ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഫുൾ ഓൺ ഇറക്കാൻ പറ്റുന്ന ഒരു കിടൽ സബോമീറ്റർ SUV 10 ലക്ഷം ബഡ്ജറ്റിലെ ഒരു 7 സീറ്റർ വാഹനം നോക്കുന്നവർക്ക് മാരുതിയുടെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു മാരുതി സുസുക്കി എർട്ടിഗ വൈറ്റ് ഫിനിഷിംഗ് ആണ്, VXI ഓപ്ഷൻ ആണ്. അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു വാഹനം. 1 ലക്ഷം ബഡ്ജറ്റിനകത്ത് 1 ലക്ഷം രൂപ ബഡ്ജറ്റ് ആണ്. ന്യൂ ഫേസിൽ വരുന്ന ഒരു സ്വിഫ്റ്റ് ആണ്. അതും നമുക്ക് അത്യാവശ്യം സ്കേറ്റിങ്, അതേപോലെ ആഫ്റ്റർ മാർക്കറ്റ് നല്ല കോസ്റ്റ് ആയിട്ട് അലോയ്സ്, സൈഡ് സ്കേറ്റിംഗ് കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തൊരു വാഹനമാണ്. 24 ലാസ്റ്റ് വണ്ടിയാണ്. 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 14 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 62,000 കിലോമീറ്റർ ആയ വണ്ടിയാണ്. 2 ലക്ഷം ബഡ്ജറ്റിനകത്ത് നോക്കുന്നവർക്ക് മാക്സിമം ട്രാക്ക് ഉണ്ടെങ്കിൽ ഒരു 10-30 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങും ചെയ്യാം. ഈ ഒരു ഓണം കളറാക്കാൻ വേണ്ടിയതാണ് ഫുൾ ഓണിലും ഓഫർ പ്രൈസിലും കൂടാതെ 2 വർഷം വരെ വാറണ്ടി, 1 ഇയർ റോഡ് അസിസ്റ്റും, കൂടാതെ നമുക്ക് ഓരോ പർച്ചേസിന് സ്പോട്ട് ഫിനാൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനുള്ള ഒത്തിരി ഓഫറുകളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. സോ അത്യാവശ്യം നമുക്ക് മോഡൽ കൂടുതലും ലോ കിലോമീറ്ററും ഫുൾ ഓണുള്ള ഒത്തിരി വാഹനങ്ങൾ നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. ഇതിനൊക്കെ പുറമെ നമുക്ക് യൂസ്ഡ് കാർ ആണെങ്കിൽ നമുക്ക് ഫ്രഷ് കാർ പോലെ 2 വർഷം വരെ വാറണ്ടി, 1 ഇയർ ഓൾ ഇന്ത്യ റോഡ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ നമുക്ക് ഓരോ പർച്ചേസിന് 25 ലിറ്റർ നമ്മൾ പെട്രോൾ കാർഡ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിന് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഓണത്തിന് വാഹനം എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗംഭീര കളക്ഷനും മാക്സിമം ഓഫർ പ്രൈസ് ഉള്ള ഒരു കിടൽ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും കൃത്യമായ സ്വാഗതം. ഇത് നമ്മൾ എത്തിയിട്ടുള്ളത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രം ബാലരാമപുരത്തുള്ള മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് കാർ ആൻഡ് ബൈക്കിലാണ്. കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള പ്രണവാണ്. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കറക്റ്റ് ഷോറൂമിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്രിവാൻഡ്രം ബാലരാമപുരം മുടവർപ്പാറ ജംഗ്ഷനിൽ കറക്റ്റ് വരും. അപ്പൊ നമുക്ക് ഇത്തവണ നമുക്ക് പുതിയ കാർ എടുക്കും വരെ 2 വർഷം വരെ വാറണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ? കൂടാതെ എന്തെല്ലാമാണോ നമുക്ക് ഈ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഓഫർ നിങ്ങൾ നൽകുന്നത്? നമുക്ക് 25 ലിറ്റർ വരെ പെട്രോൾ കൊടുക്കുന്നുണ്ട്, ഫുൾ ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ സ്പോട്ട് ലോൺ ചെയ്യുന്നുണ്ട്, പിന്നെ നല്ല ഓഫേഴ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ വീഡിയോയിൽ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഫുൾ ഓൺ ഇറക്കാൻ പറ്റുന്ന ഒരു കിടൽ സബോമീറ്റർ SUV. ഈ ഒരു വാഹനം കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഒരു വാഹനം ഇന്ത്യയിൽ, ഈ ഒരു കമ്പനി ഇന്ന് ഇന്ത്യയിൽ പിടിച്ചേക്കുന്നത്. കാരണം നിസാന്റെ നമുക്ക് ഒരേ ഒരു വാഹനമാണ് മാഗ്നറ്റ്, അത് നമുക്ക് സബോമീറ്റർ SUV. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 23 മോഡലാണ്, സിംഗിൾ ഓണറിലാണ് വണ്ടി വരുന്നത്. 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പൊ പക്ക ഷോറൂം കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുന്ന വാഹനം വെറും 13,000 കിലോമീറ്റർ. ഇന്ത്യയിലൊക്കെ നോക്കുന്ന നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, ആൻഡ്രോയിഡ് സിസ്റ്റം വന്നിട്ടുണ്ട്. റിയർ ഒക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഒരു സബോമീറ്റർ SUV വാഹനം 13,000 കിലോമീറ്റർ ആ ഒരു സ്റ്റെപ്പിന് യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയാം. സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, മേജർ ആക്സിഡന്റോ ക്ലൈമോ ഒന്നും ഇല്ലാത്ത സിംഗിൾ ഓൺഷിപ്പിൽ 23 മോഡൽ വാഹനം. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനം? ഇത് നമുക്കൊരു 5 ലക്ഷം ബഡ്ജറ്റിനകത്ത് 5 ലക്ഷം രൂപ, അത് നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ കൊണ്ടുപോകാം. ഇനി നമുക്ക് 10 ലക്ഷം ബഡ്ജറ്റിലെ ഒരു 7 സീറ്റർ വാഹനം നോക്കുന്നവർക്ക് മാരുതിയുടെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു മാരുതി സുസുക്കി എർട്ടിഗ വൈറ്റ് ഫിനിഷിംഗ് ആണ്, VXI ഓപ്ഷൻ ആണ്. അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 23 മോഡൽ സിംഗിൾ ഓണറിലാണ്, 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ലോ കിലോമീറ്റർ വാഹനമാണ്, 40,000 കിലോമീറ്റർ അല്ല. പിന്നെ നമുക്ക് ഇതിന് വാറണ്ടി 2 ഇയർ വരെ വാറണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 9.5 ലക്ഷം ബഡ്ജറ്റിൽ ഫുൾ ഓൺ തന്നെ ചെയ്യാം. 10 ലക്ഷം രൂപ 7 സീറ്റർ നോക്കുന്നവർക്ക് ബെറ്റർ ആയിട്ട് ഓപ്ഷൻ എടുക്കാം. അപ്പൊ നമുക്ക് ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റും. നല്ല ഫാൻസി നമ്പർ വരുന്നുണ്ട്, ഹൈബ്രിഡ് ആണ്, കമ്പനി അലോയ്സ് വരുന്നുണ്ട്, നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, സെൻട്രൽ AC, ആൻഡ്രോയിഡ് സിസ്റ്റം, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനം. അതും ഫുൾ ഓണിൽ, അതും 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റിൽ അല്ല. അടുത്ത നമുക്ക് ഇതാണ് ഒരു സാധാരണക്കാരന്റെ ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കൂടെ തന്നെ നമുക്ക് കൊടുക്കുന്ന ക്യാഷിന് വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് ഉണ്ടായുടെ ഗ്രാൻഡ് i10 നിയോസ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 22 മോഡലാണ്, സിംഗിൾ ഓണർ, 40,000 കിലോമീറ്റർ, സ്പോർട്സ് വേരിയന്റ് ആണ്. ഓക്കെ, ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെ അലോയ്സ് വരുന്നുണ്ട്, റിയൽ AC വെന്റ് വരുന്നുണ്ട്, അല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ വരുന്നുണ്ട്. അതിന് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനം. ഇത് എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? നമുക്കൊരു 5 ലക്ഷം രൂപ ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുന്നവർക്ക് 5 ലക്ഷം രൂപ ഏകദേശം ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓൺ നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് ഇറക്കാൻ പറ്റും. അടുത്തതാണ് നമുക്ക് നല്ലൊരു ഫാമിലിക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് മാരുതി സുസുക്കി വാഗ്നർ. അത് സിൽവർ ഫിനിഷിംഗ് ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 14 ലാസ്റ്റ് മോഡലാണ് വരുന്നത്, സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്, 66 സംതിങ് കിലോമീറ്റർ ഉണ്ട്. ഒരു 3 ലക്ഷം രൂപ ബഡ്ജറ്റ് റേഞ്ചിനകത്ത് നോക്കുന്നവർക്ക് നമുക്ക് വാഹനം ഇറക്കാം. ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ വേണ്ടി വരും? 50 to 75 ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല. അടുത്ത നമുക്ക് ഒരു ന്യൂ മോഡൽ ഓൾട്ടോ കേട്ടൺ വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 23 മോഡലാണ്, സിംഗിൾ ഓണറാണ്, LXI അല്ലേ? അപ്പൊ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. സാധാരണക്കാരന്റെ ബഡ്ജറ്റ് നമുക്ക് ഫുൾ ഓൺലൈൻ ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനം. എത്രയാണ് ചോദിക്കുന്നത്? ഇതൊരു 3.25 ലക്ഷം രൂപ. അടുത്ത നമുക്ക് ഇയോൺ ആണ്. ഇയോൺ എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2012 ലാസ്റ്റ് മോഡൽ. ഓക്കെ,
ഡിലൈറ്റ് പ്ലസ് ആണ്, AC പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം ടയേഴ്സ് വരുന്നുണ്ട്. ഒരു ചെറിയൊരു ഫാമിലിക്ക് ഒരു ബൈക്കിന്റെ EMI യിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാഹനം അല്ലേ? ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? ഇത് 77 സംതിങ് കിലോമീറ്റർ ആയിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത് ഇതിന്? ഇതൊരു 1 ലക്ഷം രൂപ ബഡ്ജറ്റിനകത്ത്. 1 ലക്ഷം രൂപ ബഡ്ജറ്റ് ആണ്. ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു വാഹനം നമുക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. again വീണ്ടും നമുക്കൊരു വാഗണർ ആണ്, റെഡ് ഫിനിഷിംഗ് ആണ് വരുന്നത്. ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് VXi അല്ലേ? VXi എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2017 മോഡല്, സിംഗിൾ ഓണർ, 40,000 കിലോമീറ്റർ ഓടിയാണ്. ഓക്കെ, എത്രയാണ് ചോദിക്കുന്നത് നമ്മൾ ഈ വാഹനത്തിന്? ഇത് നമുക്കൊരു 4 ലക്ഷം രൂപയ്ക്കകത്താണെങ്കിൽ നോക്കാം. 4 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നമുക്ക് ഉണ്ടാവും. ട്രാക്കിന്റെ ഒരു 19 രൂപക്ക് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. ഇനി അതല്ല, ന്യൂ മോഡൽ വാഗണർ നോക്കുമ്പോൾ നമുക്കൊരു ന്യൂ മോഡൽ വാഗണർ കൂടി വരുന്നുണ്ട്. അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 22 മോഡലാണ്, സിംഗിൾ ഓണർ, 40,000 സംതിങ് കിലോമീറ്റർ ആയിട്ടാണ്. ഓക്കെ, എത്ര നമ്മൾ ചോദിക്കുന്ന ഒരു വാഹനം? നമുക്ക് 5.5 ബഡ്ജറ്റിനകത്ത് നമുക്ക് കൊണ്ടുപോകാം. മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. again വീണ്ടും നമുക്കൊരു ഇയോൺ വരുന്നുണ്ട്, വൈറ്റ് ഫിനിഷിംഗ് ആണ് ഈ ഒരു വാഹനം വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2016 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ഓക്കെ, ഇത് നമുക്കൊരു 2.25 ബഡ്ജറ്റിന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ ഒത്തിരി നല്ല വാഹനങ്ങളുണ്ട്. അത്യാവശ്യം ഒരു 16-17 മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. പിന്നെ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ നമുക്ക് ഇതാണ് ന്യൂ ഫേസിൽ വരുന്ന ഒരു സ്വിഫ്റ്റ് ആണ്. അതും നമുക്ക് അത്യാവശ്യം സ്കേറ്റിങ്, അതേപോലെ ആഫ്റ്റർ മാർക്കറ്റ് നല്ല കോസ്റ്റ്ലി ആയിട്ട് അലോയ്സ്, സൈഡ് സ്കേറ്റിംഗ് കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തൊരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 24 ലാസ്റ്റ് വണ്ടിയാണ്, 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ലോ കിലോമീറ്റർ ആണ് അല്ലേ? ഏകദേശം നമുക്ക് എത്രയാണ് ഈ ഒരു ബഡ്ജറ്റ് വരുന്നത്? നമുക്കൊരു 7 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നമുക്ക് സുഖം വണ്ടി ഇറക്കാം അല്ലേ? നമുക്കൊരു ഓൾട്ടോ വരുന്നുണ്ട് ചെറിയൊരു ബഡ്ജറ്റിൽ. നമുക്കൊരു വെറൈറ്റി കളറിൽ വരുന്ന ഒരു ഐറ്റം ആണ് ഓൾട്ടോ 800. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 13-14 മോഡലാണ്. ഓക്കെ, ഒരു 2 ലക്ഷം ബഡ്ജറ്റിനകത്ത് നോക്കണവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 14 മോഡലാണ്, സെക്കൻഡ് ഓണർഷിപ്പിൽ, 62,000 കിലോമീറ്റർ ആയ വണ്ടിയാണ്. 2 ലക്ഷം രൂപ ബഡ്ജറ്റിനകത്ത് നോക്കുന്നവർക്ക് മാക്സിമം ട്രാക്കിന്റെ ഒരു 10-30 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങും ചെയ്യാം. അത് നമുക്ക് ഒരു കിടിലൻ സബോമീറ്റർ SUV കിയ സോണറ്റ്, അതും സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിടിലൻ ഐറ്റം. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 25 മോഡൽ വണ്ടിയാ, സിംഗിൾ ഓണർ ആണ്, വെറും 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. തീരെ ഓടിയിട്ടില്ല എന്ന് പറയാം. HDK പ്ലസ് ആണ് വേരിയന്റ് വരുന്നത്. ഒരു 9.5 ലക്ഷം ബഡ്ജറ്റിനകത്ത് നോക്കുന്നവർക്ക് അതാണ് ലോ കിലോമീറ്റർ വണ്ടിയാണ്. അതും ഒരു 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റ്. അതും നമുക്ക് ഡാഷ് ക്യാമറ കാര്യങ്ങൾ, സൺറൂഫ് അടക്കം അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തൊരു വാഹനം. 8,000 കിലോമീറ്റർ മാക്സിമം ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത നമുക്കൊരു XS4 വരുന്നുണ്ട്, ഡീസൽ വണ്ടി അല്ലേ? എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2014 ലാസ്റ്റ് വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 95,000 കിലോമീറ്റർ അടുപ്പിച്ചു. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളും ബോഡി വെയിറ്റ് ഒക്കെ വരുന്നൊരു മാരുതിയുടെ വാഹനമാണ്. എത്ര ചോദിക്കുന്നത് നമ്മളിതിന്? 3.25 ലക്ഷം രൂപ. 3.25 ചോദിക്കുന്നത്. മാക്സിമം നമുക്ക് ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് വാഹനം ഇറക്കും ചെയ്യാം. അടുത്ത നമുക്കൊരു ഹുണ്ടായുടെ എക്സെന്റ് ആണ്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് വരുമ്പോഴത്തേക്ക് 2022 വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, CNG ആഡഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. സോ അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനമാണ്. നമുക്കൊരു 4 ലക്ഷം രൂപ ബഡ്ജറ്റിനകത്ത് വേണമെങ്കിൽ വണ്ടി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ലേ? അടുത്തത് നമുക്കൊരു മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ ആണ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2015 ലാസ്റ്റ് വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ്, 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. VXi. ഓക്കെ, ലോ കിലോമീറ്റർ വണ്ടിയാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 4 ലക്ഷം ബഡ്ജറ്റിനകത്ത് 4 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം ലോണും ചെയ്യാം. അത് നമുക്കൊരു ഡസ്റ്റർ ആണ്, RXS Z ആണ് വരുന്നത്. ഇത് നമുക്ക് ഓട്ടോമാറ്റിക് കൂടിയാണ് വണ്ടി. ഓട്ടോമാറ്റിക് ഡീസലാണ്. 2016 മോഡലാണ്, RXS Z ആണ് വേരിയന്റ് വരുന്നത്. എത്ര നമ്മൾ ചോദിക്കുന്നത്? നമുക്ക് 4.95 വണ്ടി പ്രൈസ് കൊടുക്കാം. മാക്സിമം ഒരു 19 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം ചെറിയൊരു ബഡ്ജറ്റിൽ ഡീസൽ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അത് നമുക്കൊരു ടാറ്റ നെക്സോൺ അല്ലേ? സേഫ്റ്റിയുടെ കാര്യത്തിലും ഫീച്ചേഴ്സിന്റെ കാര്യത്തിലും ഒരു കോംപ്രമൈസ് ഇല്ലാത്തൊരു വാഹനമാണ്. നമുക്ക് സേഫ്റ്റി 5 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. കൂടെ തന്നെ നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2023 മോഡലാണ്. 23 മോഡൽ, സിംഗിൾ ഓണർ, 24,000 സംതിങ് കിലോമീറ്റർ ആയിട്ട്. എത്ര ചോദിക്കുന്ന ഈ വാഹനം? ഇത് നമുക്കൊരു 9 ലക്ഷം ബഡ്ജറ്റിനകത്ത് നോക്കണവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റൂലേ? അപ്പോൾ അതോടെ മാക്സിമം നമുക്ക് ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഓൺലൈൻ ഒത്തിരി നല്ല വാഹനങ്ങളുണ്ട്. സാധാരണക്കാരന്റെ ബഡ്ജറ്റിൽ ഒത്തിരി നല്ല വാഹനങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല അട്രാക്ഷൻ ഈ ഒരു ഓണത്തിന് വേണ്ടി നിങ്ങൾ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ പുതിയ കാർ എടുക്കുന്ന പോലെ 2 വർഷം വാറണ്ടി, 1 ഇയർ ഓൾ ഇന്ത്യ റോഡ് അസിസ്റ്റ് കാര്യങ്ങൾ, കൂടാതെ 25 ലിറ്റർ പെട്രോൾ, ഓൺ ദ സ്പോട്ട് നമുക്ക് ഫിനാൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് 1 മിനിറ്റിൽ നമുക്ക് ഫിനാൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് തീരുമാനമാക്കി തരും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് വാറണ്ടിയിൽ ടെൻഷൻ ഫ്രീ ആയിട്ട് നല്ല പുതിയ വാഹനം എടുക്കുന്ന പോലെ സെക്കൻഡ് ഹാൻഡ് കാറുകൾ നല്ല ഓഫർ പ്രൈസിനും ഫുൾ ഓൺ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം. നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രം ബാലരാമപുരത്തുള്ള കാർ ആൻഡ് ബൈക്ക് ഫസ്റ്റ് ചോയ്സിലാണ്. ഗുഡ് ചോയ്സ്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിന് വീഡിയോയുടെ നമ്പർ കൊടുത്തിട്ട് മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക.
പുതിയൊരു വീഡിയോ ആയിരുന്നു വീണ്ടും കാണാം. റിയാസൻ പ്രണവ് സൈനിങ് ഓഫ്.